കർക്കിടകമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് നല്ല ക്ലീനിങ് ഉണ്ട് കേട്ടോ. നല്ല ക്ലീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ പൊടിയും ഒക്കെ ഉണ്ട് കേട്ടോ. മാറാലും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അപ്പം പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊടി എത്ര കണ്ട് പറ്റില്ല, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും നല്ല പൊടിയുണ്ട് ഇതിൽ. കാരണം 1.5 കൊല്ലമായിട്ട് ഇപ്പോഴാണ് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർട്ടനും ഒക്കെ ഊരിയിട്ട് തന്നെയാണ് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യുകയാണ്. കാരണം അതിൻ്റെ ഓരോ ജനവാതിലിൻ്റെ കമ്പികൾക്ക് തന്നെ നല്ല പൊടിയുണ്ട്. ആദ്യം ഞാൻ എന്ത് ചെയ്ത് ഒരു തുണി എടുത്തിട്ട് ആദ്യം തുടച്ചെടുത്ത് എല്ലാ കമ്പികളും ജനവാതിലൊക്കെ തുടച്ചെടുത്ത്, പിന്നീട് ഞാൻ എന്ത് ചെയ്ത് ആ തുണിയൊന്ന് നനച്ചിട്ടാണ് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത്. നനച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ജനവാതിലും വാതിലും കമ്പികളും ഒക്കെ നല്ല രീതിക്ക് തന്നെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡൈനിങ് ഹോളത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര ക്ലിയർ ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡൈനിങ് ഹോളൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തു. ആ വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ റൂമത്തെ ക്ലീനിങ് ആണ് പിന്നെയൊന്നും നല്ല രീതിക്കൊന്ന് എടുക്കാനും ഇടാനും കഴിഞ്ഞത്. അപ്പം ഞാനാണെങ്കിൽ തുമ്മുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൊടിയായിട്ട് നല്ല രീതിയിൽ തുമ്മലുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഇറങ്ങി തുമ്മും, പിന്നെയും കയറും, പിന്നെയും തുമ്മും, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ക്ലീനിങ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യണം. കാരണം നല്ല രീതിക്ക് ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ നനച്ചിട്ടാണ് ഞാനത് തുടച്ചെടുക്കണത്. അത്രയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരുടെ കിടന്നുറങ്ങുന്നുണ്ട്, വാവ കിടന്നുറങ്ങുകയാണ്. അപ്പം എൻ്റെ ഈ തട്ടലും മുട്ടലൊക്കെ കേട്ടിട്ട് ആളൊന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് അമ്മാന്നൊരു വിളിയൊക്കെ ഉണ്ട്. ഉറക്കത്തിലാണ് കേട്ടോ. ഈ സൗണ്ട് കേട്ടിട്ടാണ് മാറുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മുടെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി നോക്കി. ഇടയ്ക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് പോകുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ അലമാരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറേ ആയി. അലമാരൊക്കെ ഒന്ന് നനച്ചെല്ലാം തുടച്ചു. ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, അതൊക്കെ അതിൻ്റെ മുകളിലത്തൊക്കെ എടുത്ത് മാറ്റി. ഡ്രസ്സിങ് ടേബിളിൻ്റെ ബാക്കിലൊക്കെ അങ്ങ് നല്ല മാറാലും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊടി നല്ല പൊടിയാണ്. അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് അതിൻ്റെ മുകളിലൊക്കെ നല്ല പൊടിയുണ്ട്. അതൊക്കെ നല്ല രീതിയിലൊരു തുണി എടുത്ത് ആദ്യം തുടച്ച് എന്നിട്ടാണ് പിന്നെയാണ് നനഞ്ഞ തുണി എടുത്ത് ഞാൻ തുടയ്ക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ വെച്ച് മാറാല കൊണ്ട് തന്നെ നല്ല അലമ്പായിട്ടുണ്ട്. അതന്നെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ തുടച്ചെല്ലാം ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് പൊടി കൊണ്ട് ഞാൻ തുമ്മണുണ്ട് കേട്ടോ. ആ തുമ്മലുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നിട്ടുള്ളത്. പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് കർക്കിടകം വരില്ലേ. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീനാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം വീടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് നമുക്കിന് പണിയുള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലീനാക്കാൻ നിൽക്കാത്തത്. പണി ലീവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിക്ക് അവിടെ ഒക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട്. നനച്ച് തുടച്ച് നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തെല്ലാം മുക്കിലും മൂലം നനച്ച് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മറ്റാൾ ഉരുണ്ടും പറഞ്ഞൊക്കെ കളിക്കുന്നുണ്ട്. നീക്കാനുള്ള പ്ലാനാണ്. അതിനാണ് ഈ ഉരുണ്ടും പറഞ്ഞൊക്കെ കളിക്കുന്നത് കേട്ടോ. അവൻ നീറ്റിക്കണം. അപ്പോൾ ഞാനൊന്ന് പോയി തലോടി കൊടുത്ത് പിന്നെ അച്ഛൻ്റെ അടുത്താക്കി പോകുന്നു. പിന്നെ കട്ടിലിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു. പിന്നീട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെഡൊക്കെ ഒന്ന് തട്ടി കുഴഞ്ഞ് വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ തുടച്ചല്ലേ, അപ്പോൾ അതിലൊക്കെ പൊടിയൊക്കെ ലേശൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബെഡൊക്കെ ഒന്ന് ഞാൻ തട്ടി കുഴഞ്ഞു. ആ ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. പാവം മൂത്രം വയ്ക്കുമ്പോൾ ബെഡിലാവതൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഷീറ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റ് തന്നെയാണത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കട്ടിലിൻ്റെ അവിടെയൊക്കെ ഒന്ന് നന്നാക്കി, ആ ഡ്രസ്സിങ് ടേബിളിൻ്റെ അടുത്തൊക്കെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് പിന്നെ ഞാൻ അലമാരയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വെക്കേണ്ടായിരുന്നു, അത് വെച്ചു. അങ്ങനെ പിന്നെ അടിച്ച് വാരി ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തു. പിന്നെ ഈ ഷീറ്റ് ഞാൻ നമ്മുടെ മീഷോന്ന് എടുത്ത ഷീറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഷീറ്റ് കേട്ടോ. വാവ മൂത്രമൊഴിച്ചതൊന്നും ബെഡിലാവുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ എടുത്ത് അലമാരൻ്റെ ഉള്ളിലേക്ക് മുകളിലേക്കൊക്കെ ആയിട്ട് വെച്ചു. അതിൻ്റെ ഉള്ളിൽ അടിച്ച് വാരിയിട്ട് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ചണ്ടികളും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല അടിച്ചെടുത്ത് തുടച്ചു. കട്ടിലിൻ്റെ ആ സൈഡിലൊക്കെ ആ മുകൾ ഭാഗത്തൊക്കെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാൻ ആദ്യം തുണിയെടുത്ത് തുടച്ചു. പിന്നെ നനഞ്ഞ തുണിയെടുത്ത് നല്ല രീതിക്ക് തുടച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിന് അത് നനഞ്ഞതുകൊണ്ട് തുടയ്ക്കാൻ പാടില്ലാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. കാരണം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ തുടച്ചെടുത്തുന്നത്. അതിൻ്റെ ഓരോ സൈഡിലും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഇതിൽ തന്നെ തുടച്ചിട്ടുണ്ട്. കാരണം അത്രയും പൊടിയുണ്ട് അതിൽ. ഓരോ മുക്കിലും മുകളിലൊക്കെ പൊടിയുണ്ട്. പിന്നെ വാതിൽക്കട്ടിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്.
നല്ല പിഴിഞ്ഞ് നല്ല വെള്ളത്തിൽ തന്നെ ഞാൻ തുടച്ചെടുത്തത്. വാതിൽക്കട്ടിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടായിരുന്നു. ആ പൊടിയും സൈഡിലൊക്കെ മാറാലൊക്കെ ഉണ്ടായിരുന്നു. മാറാലിൻ്റെ കൂടെ ഉണ്ടാവില്ല ഒരു പൊടി പോലെ, ആ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലും ഒക്കെ അപ്പോൾ തുടച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെ ആയിരുന്നെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തുടച്ച് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. മുകളിലും വാതിലിൻ്റെ മുകളിലും വാതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആദ്യം വെള്ളം കൂട്ടി തുടച്ചു, പിന്നെ വെള്ളം കൂട്ടാതെ തുടച്ചു. അങ്ങനെയൊക്കെ തന്നെ നല്ലതിൽ തുടച്ചെടുത്തിക്കണം. അപ്പോൾ ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ അലക്കാട്ടതൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ നിന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിൽക്കും. അത് എന്താണെന്നറിയില്ല, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതങ്ങ് നിൽക്കണം തോന്നുന്നു. അപ്പോൾ ഇടയ്ക്ക് അതിനെ നോക്കാൻ വേണ്ടി അങ്ങോട്ടും പോകുന്നുണ്ട്. ഈ പണി നടക്കുന്നുണ്ട്. വാവ അച്ഛൻ്റെ അടുത്തുണ്ട്. അച്ഛനും മോനക്ക് എന്താ പണിയെന്ന് പോയി നോക്കുക ഇടയ്ക്ക്. പിന്നെ അതാ നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്താണ്. അവിടെ നല്ല പൊടിയുണ്ട് എടുത്തു. കാരണം അവിടെ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യില്ല. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തുടയ്ക്കുന്നതിൻ്റെ ഇടയിലൊന്ന് മോപ്പിട്ട് ഒന്ന് അവിടെ ഒന്ന് തുടയ്ക്കുക എന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഞാൻ അവിടെ നന്നാക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ ഗ്ലാസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്തിട്ടുണ്ടോ. ഗ്ലാസ്സിലൊക്കെ നല്ല പൊടിയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് നല്ല രീതിയിൽ തുടച്ചെടുത്ത് അതിൻ്റെ ബാക്കിലും ഒക്കെ ഒന്ന് തുടച്ച് ഞാൻ നന്നാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഞാൻ തുടച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ അടിഭാഗവും ടൈൽ വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ, വെള്ള ടൈൽ വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഗ്ലാസും കാര്യങ്ങളും പിന്നെ കുപ്പി അവിടെ വെച്ചിട്ടുള്ള കുപ്പി മഞ്ഞ പ്ലാന്റിൻ്റെ കുപ്പിയാണ് കേട്ടോ. അതൊക്കെ തുടച്ച് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നീട് പിന്നെ വാഷിംഗ് മെഷീനിൽ പോയി നോക്കി അങ്ങനെ. അപ്പോൾ അത് ആ ഭാഗം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നന്നാക്കിയ ഭാഗങ്ങളൊക്കെ അടിച്ചേരി വൃത്തിയാക്കി പുറത്തേക്ക് കളയാനാണ് കേട്ടോ ഉള്ളത്. അത് തന്നെ നല്ല പൊടിയുണ്ട്. ആ ചവിട്ടിയിലൊക്കെ നല്ല പൊടി ഉണ്ട് കേട്ടോ. അപ്പം ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ അടിച്ചേരി നല്ല പൊടി ചവിട്ടുമ്പോഴൊക്കെ അവിടെയൊക്കെ പൊടിയുണ്ട്. അപ്പം ആ ചവിട്ടുമ്പോഴത്തൊക്കെ പൊടി ഇങ്ങനെ നീക്കി കൊണ്ടുപോകുകയാണ് കേട്ടോ. കടലാസുകളായാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്ന് കരുതി ഞാനും ഇവിടെ അടിച്ച് തുടയ്ക്കാത്ത വീടൊന്നുമല്ല കേട്ടോ. എന്നും ശരിയായി തുടയ്ക്കുന്ന വീട് തന്നെയാണ്. എന്നാലും നമുക്ക് ചില സ്ഥലങ്ങളിലൊന്നും എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളും വരുമ്പോഴല്ലേ നമുക്ക് ക്ലീനാക്കാനും നന്നാക്കാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് നല്ല രീതിക്കൊന്ന് ക്ലീനാക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയ ടൈം ഇപ്പോഴാണ്. അതുകൊണ്ട് ഞാനിപ്പോഴാണ് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണത്. പിന്നെ അതിൻ്റെ ഇടയിൽ വാവനൊക്കെ പോയി നോക്കുന്നുണ്ട്. അച്ഛനും മോനും നല്ല കളിയിലാണ് പുറത്തുനിന്ന്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. എന്താ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്. മണ്ണിലും ചെടിയിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ. പിന്നെ ഇനിയിപ്പോൾ ഒന്നായിട്ട് അടിച്ചേരി തുടയ്ക്കാനാണുള്ളത്. അടിച്ചേരി വൃത്തിയാക്കി തുടയ്ക്കാനുള്ളത്. ഡൈനിങ് ഹോളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഡൈനിങ് ഹോളൊക്കെ വൃത്തിയാക്കിയതാണ്. ഡൈനിങ് ഹോളും മുന്നത്തെ ഡോറും ഒക്കെ ഞാൻ വൃത്തിയാക്കിയതാണ്. ഷോക്കേസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വൃത്തിയാക്കിയതാണ്. ഇനി മുകളിലേക്ക് പോകാനുണ്ട്. അവിടേക്കാണ് കുറേ നല്ല പണിയുള്ളത്. അവിടെ നല്ല പണിയുണ്ട് വൃത്തിയാക്കാൻ. ഇനി അവിടേക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചേരി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഇനി അടിച്ചേരി കൊണ്ടുവരാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല പണി തന്നെയാണ്. അപ്പോൾ ബായ്.